മാർഗദർശക മണ്ഡലം രൂപീകരിക്കപ്പെട്ട സന്ദർഭം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ രൂപീകരണ സന്ദർഭമാണ്. പരമ പൂജനീയ ചിന്മയാനന്ദ സ്വാമികളും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംഘചാലകായിരുന്ന ഗുരുജിയും മറ്റ് ഹിന്ദുധർമ്മ പ്രവർത്തകരും കൂടിയാലോചിച്ച് എല്ലാ ശങ്കരാചാര്യന്മാരുടെയും അതുപോലെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മഹാമണ്ഡലേശ്വരന്മാരുടെയും സാന്നിധ്യത്തിൽ വിശ്വഹിന്ദു പരിഷത്ത് രൂപീകരിച്ചു. 60 വർഷങ്ങൾക്ക് മുമ്പ്. ആ സന്ദർഭത്തിൽ തന്നെ സമാജത്തിനും പരിഷത്തിൻ്റെ പ്രവർത്തനത്തിനും മാർഗദർശനം നൽകുന്നതിന് വേണ്ടി മാർഗദർശക മണ്ഡലം രൂപീകരിച്ചു. വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിമാരുടെ കൂട്ടായ്മ. വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മിക്കവാറും കാഷായ വസ്ത്രധാരികളെയാണ് കാണുന്നത്. എന്നാൽ വ്യത്യസ്ത സമ്പ്രദായങ്ങളിലുള്ള സന്യാസിമാർ ഭാരതത്തിലുണ്ട്. എല്ലാവരും കാഷായ വസ്ത്രധാരികളൊന്നുമല്ല. ശൈവ, വൈഷ്ണവ, ശാക്തേയാദി ഭേദങ്ങളിൽ ദ്വൈത, വിശിഷ്ടദ്വൈത, അദ്വൈത സിദ്ധാന്ത ഭേദങ്ങളിലൊക്കെ നൂറുകണക്കിന് സന്യാസി പരമ്പരകളും വിഭിന്ന സമ്പ്രദായങ്ങളും ഉണ്ട്. എല്ലാവരുടെയും കൂട്ടായ്മയായിട്ടാണ് മാർഗദർശക മണ്ഡലം രൂപീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും മാർഗദർശക മണ്ഡലം പ്രവർത്തിക്കുന്നു. പക്ഷെ വലിയൊരു വ്യത്യാസമുള്ളത്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു അധ്യക്ഷനും ഒരു കൺവീനറും ഉണ്ടാവുള്ളൂ. അവർ ദേശീയ മാർഗദർശക മണ്ഡലം ഒത്തുചേരും. എന്നാൽ കേരളത്തിൽ വ്യവസ്ഥാപിതമായി ഇതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. പരമപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികൾ, പരമപൂജ്യ നിത്യാനന്ദ സരസ്വതി സ്വാമികൾ, പരമപൂജ്യ വേദാനന്ദ സരസ്വതി സ്വാമികളൊക്കെ ഇതിന് നേതൃത്വം നൽകി. കേരളത്തിൽ നമുക്ക് തീർത്തു പറയാം, എല്ലാ ആശ്രമങ്ങളുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെ സഹയോഗത്തോടുകൂടി ഒന്നിച്ച് കൂടിയിരുന്ന ആലോചനകൾ ചെയ്യുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. ആ ചർച്ചകളിൽ ഇത്തരമൊരു ധർമ്മ സന്ദേശ യാത്രയെക്കുറിച്ച് ചർച്ച വന്നു, തീരുമാനം വന്നു. എല്ലാ ആശ്രമങ്ങളും ഒത്തൊരുമിച്ചു. മാതാ അമൃതാനന്ദമയി അമ്മ മുഖ്യ രക്ഷാധികാരിയായി, സുപ്രസിദ്ധ സാഹിത്യകാരൻ, എഴുത്തച്ഛൻ പുരസ്കാരമടക്കം നേടിയ ശ്രീ സി രാധാകൃഷ്ണൻജി അധ്യക്ഷനായി. അതിനുള്ള സ്വാഗത സംഘം രൂപീകരിക്കപ്പെട്ടു. അതിനനുസൃതമായി പ്രവർത്തനം നടക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കുള്ള മംഗളൂരു കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച് അതിനെ മുൻനിർത്തി കേരളത്തിലെ എല്ലാ സന്യാസിമാരും ഒത്തൊരുമിച്ച്. സന്യാസിമാരെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആശ്രമത്തിൻ്റെയോ അല്ലെങ്കിൽ പരമ്പരയുടെയോ എന്നൊന്നും അർത്ഥമില്ല. അതിൽ ശ്രീരാമകൃഷ്ണ മിഷനും മഠവും, ചിന്മയ മിഷനും, മാതാ അമൃതാനന്ദമയി മഠവും, ശിവഗിരി മഠവും, തീർത്ഥപാദാശ്രമവും, ശാന്തിഗിരി ആശ്രമവും, അതുപോലെ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനവും, സംബോധ് ഫൗണ്ടേഷനും, ശിവാനന്ദ ആശ്രമവും, നിത്യാനന്ദ ആശ്രമവും,
അങ്ങനെ പേര് പറഞ്ഞാൽ പലതും പലതും വിട്ടുപോകും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് ഈ യാത്രയിൽ പങ്കുവഹിക്കുകയാണ്. രാമാനന്ദാശ്രമവും എല്ലാം. എന്തിനു വേണ്ടി? നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് വാതോരാതെ പറയാറുണ്ട്. പല സ്ഥലത്തും പല ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ മറ്റു പല സദസ്സുകളിലും നമ്മളെ തന്നെ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ ഹിന്ദു നേരിടുന്ന വെല്ലുവിളികൾ എന്നൊക്കെ വിഷയങ്ങൾ വയ്ക്കാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ച് പറയിപ്പിച്ചോളൂ, ഞാൻ പറയില്ല. കാരണം വെല്ലുവിളികളും പ്രശ്നങ്ങളും പറയേണ്ട സമയമല്ലിത്. മറിച്ച് അത്തരം വെല്ലുവിളികൾക്ക് എന്താണ് മറുപടി, പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം, അത് സമാജത്തെ ബോധിപ്പിക്കേണ്ട സമയമാണ്. വെല്ലുവിളി ഉണ്ടാവുന്നു എന്നുള്ളത് ഒരിക്കലും ദോഷമല്ല. നമ്മളാരും ആ തൂണിനോടോ ചുമരിനോടോ വെല്ലുവിളി നടത്താറില്ല. ജീവനുള്ള സജീവമായതിനോട് മാത്രമേ വെല്ലുവിളി ചെയ്യാറുള്ളൂ. വെല്ലുവിളിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സജീവതയുണ്ടെന്നർത്ഥമാണ്. അതുകൊണ്ട് അതിനെ കരുത്തോടുകൂടി അഭിമുഖീകരിക്കുക. നമ്മൾ മഹാശക്തിയുടെ സന്നിധിയിലാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ദേവിയുടെ, ഭഗവതിയുടെ പല പല ഭാവങ്ങൾ നമുക്കറിയാം. ദുർഗയും ലക്ഷ്മിയും സരസ്വതിയും. ദുർഗയ്ക്ക് തന്നെ എത്ര ഭാവങ്ങൾ, ലക്ഷ്മിക്ക് തന്നെ എത്ര ഭാവങ്ങൾ, കാളിക്ക് തന്നെ എത്ര ഭാവങ്ങൾ. അനേക ഭാവങ്ങളിൽ നമ്മൾ ദേവീപാസന ചെയ്യുന്നുണ്ട്. അനേക ഭാവങ്ങളിൽ ഓരോ ഭാവത്തിനും സവിശേഷതകളുണ്ട്. എല്ലാ ദേവീഭാവങ്ങളെയും ഞാൻ പൂജിക്കുന്നു, ഞാൻ ആദരിക്കുന്നു. എന്നാൽ ഞാൻ അങ്ങേയറ്റം പ്രേമിക്കുന്ന ഒരു ദേവീഭാവമുണ്ട്. എൻ്റെ മനസ്സിൽ ഏറ്റവും ഞാൻ ആരാധിക്കുന്ന ഒരു ദേവീഭാവമുണ്ട്. അത് ധീരതയുടെ കരുത്തിൻ്റെ പരമാവധിയായൊരു ഭാവമാണ്. എന്തെന്നല്ലേ, മാർക്കണ്ഡേയ പുരാണ അന്തർഗതമായ ദേവി മഹാത്മ്യത്തിൽ ആ ദേവിയെ നമുക്ക് പരിചയപ്പെടാം. സർവ ആയുധ സന്നാഹങ്ങളോടും കൂടി ദേവിയെ ഹിംസിക്കാൻ വേണ്ടി അസുരൻ നിലകൊള്ളുകയാണ്. ശ്രദ്ധിക്കണം, സർവായുധങ്ങളും അവൻ്റെ പക്കലുണ്ട്. അവൻ ഗർജിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദേവിയുടെ കയ്യിൽ ഒരായുധവും ഇല്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഒരു ഗ്ലാസ്സിൽ എന്തോ ഒരു സാധനമുണ്ട്. എന്നിട്ട് പറയുക, നീ തിരക്ക് കൂട്ടലടാ, അവിടെ നിൽക്ക്, ഞാനൊന്ന് കുടിച്ചു കഴിയട്ടെ. ഓ, എന്താ ധൈര്യം! ഒന്ന് ചിന്തിക്കൂ. സർവ ആയുധ ഭൂഷിതനായി അസുരൻ മുഖാമുഖം നിൽക്കുന്ന സമയത്ത്, സമ്മുഖമായി നിൽക്കുന്ന സമയത്ത് അത്ര ലാഘവത്തോടുകൂടി ഞാനിതൊന്ന് കുടിച്ചു കഴിയട്ടെ, അതുവരെ നീ നിൽക്കുമെന്ന് പറയാനുള്ള തൻ്റെ ഇടം, അത് കാണിക്കുന്ന ധീരത, ആ ദേവിയെയാണ് ഞാൻ ഏറ്റവും പ്രേമിക്കുന്നത്. ഞാൻ എല്ലാ ഭാഷകളെയും ആദരിക്കുന്നു, എല്ലാ ഭാഷകളെയും ആദരിക്കുന്നു. എങ്കിലും ഏറ്റവും ബഹുമാനിക്കുന്ന ഭാഷ നിസ്സംശയം പറയാം സംസ്കൃതമാണ്. പക്ഷേ സംസ്കൃതത്തിൽ ഒരു പദം എനിക്കിഷ്ടമല്ല, ഒരിക്കലും പ്രയോഗിക്കാറുമില്ല. അത് സ്ത്രീയുടെ പര്യായങ്ങളിൽ അബല എന്ന പദമാണ്. എങ്ങനെ അത് വന്നു എന്നറിയില്ല, ആര് തിരികെ കയറ്റുമെന്ന് അറിഞ്ഞില്ല. ആ പദം നമുക്ക് വേണ്ട. നമ്മളുടെ ഇടയ്ക്ക് അബലമാരുണ്ടാവരുത്.
നമ്മുടെ സഹോദരിമാര്, നമ്മുടെ മക്കള്, നമ്മുടെ അമ്മമാര് അബലകളായാൽ ഒരു സമൂഹം പൂർണ്ണമായി നശിക്കും. പൂർണ്ണമായി. കാരണം നമ്മുടെ ഒന്നാമത്തെ ദൈവം അമ്മയാണ്. നമ്മുടെ ഒന്നാമത്തെ ഗുരു അമ്മയാണ്. ആ അമ്മ കരുത്തിൻ്റെ മൂർത്തിയായിട്ട് ആചാരനിഷ്ഠയും ശാസ്ത്രബോധവും നൽകുന്ന ആർജവത്തിൻ്റെ രൂപമായി ഈ സമാജത്തെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് ധീരന്മാർ ഉരുത്തിരിയുന്നത്. നരേന്ദ്രനിൽ നിന്ന് വിവേകാനന്ദ സ്വാമികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവ്യാപ്തിയും ശക്തിയുമുള്ള രാക്ഷസീയ ശക്തികളോട് പോരാടി ഹൈന്ദവ സാമ്രാജ്യം സ്ഥാപിക്കാൻ ഒരു ശിവജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ മാതൃശക്തിയാണ്. അതുകൊണ്ട് നമുക്ക് അബല വേണ്ട. നമുക്ക് ബലത്തെ പൂജിക്കുന്നവരാകാം, ബലത്തെ ആരാധിക്കുന്നവരാകാം. അതുകൊണ്ട് വേദം പറഞ്ഞു, ബലമസി ബലം മേ ദേഹി. അല്ലേ ഭഗവാനെ, നീ ബലമാണ്, നീ എനിക്ക് ബലം തരൂ. ഒരിടത്തും ദൗർബല്യത്തിന് പ്രാർത്ഥിച്ചിട്ടില്ല, ഒരിടത്തും ദൗർബല്യത്തിന് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിൽ നമ്മൾ ദൗർബല്യത്തെ ആരാധിക്കുന്നവരായി. ഓ, എന്തൊരു നല്ല മനുഷ്യനാണെന്നറിയോ, വായി കൈയിട്ടോ കടിക്കില്ല, അത്ര നല്ല ആളാ. നമ്മളെ പലരും പറഞ്ഞ് പഠിപ്പിച്ചു. വലത്തെ കരണത്തടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു. ഇടത്തും കിട്ടും. അപ്പോൾ വലവും കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇടം വലം കാണിച്ച് കണ്ടവനോട് തല്ലുകൊണ്ട് നശിക്കേണ്ടവരാണോ നമ്മൾ? ആണെങ്കിൽ നിങ്ങളോടൊന്നും പറയാനില്ല. അല്ല എന്ന് പറയാൻ കഴിയണം. വലത്തേക്ക് ഓങ്ങുന്ന കൈ തൻ്റെ കണ്ണിൻ്റെ ശക്തി കൊണ്ട് താഴ്ത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഉപാസനാ ബലം വേണം. നിങ്ങൾ വൈഷ്ണവ മന്ത്രം ജപിക്കണമെന്നോ ശൈവമന്ത്രം ജപിക്കണമെന്നോ ശാക്തേയ മന്ത്രം ജപിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ഏതെങ്കിലും ഒരു മന്ത്രോപാസന നിത്യം ശീലമാക്കിയാൽ ആ ഉപാസനയുടെ ബലം നമ്മുടെ ഭാവത്തിലും കണ്ണിലും ഉണ്ടാവും. അങ്ങനെ കൈ ഉയരില്ല, ഉറപ്പുള്ള വിഷയമാണ്. ആ കരുത്തായിരിക്കണം നമുക്ക്. ആ കരുത്ത് നമ്മൾ വിസ്മരിച്ചാൽ നമ്മുടെ മുമ്പിൽ ചരിത്രമുണ്ട്. നമ്മുടെ മുമ്പിൽ ചരിത്രമുണ്ട്. അതിപ്രാചീന ചരിത്രമൊന്നുമല്ല, സമീപകാല ചരിത്രമുണ്ട്. സമീപകാല ചരിത്രം നോക്കൂ. ഈ ഭൂമി, ഈ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന ജില്ല, എല്ലാ ജില്ലകൾക്കും മഹത്വമുണ്ട്. എല്ലാ ജില്ലകൾക്കും അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു ജില്ലയും ഒന്നിനേക്കാൾ മികച്ചതോ താഴ്ന്നതോ അല്ല. പക്ഷേ ഓരോന്നിൻ്റെയും സവിശേഷത നമ്മൾ ഓർമ്മിച്ച് ജീവിക്കണം. കേരള തനിമയിലേക്ക് എന്നൊരു സന്ദേശം ഈ മാർഗദർശക മണ്ഡലത്തിൻ്റെ യാത്രയിൽ നമ്മൾ ഒരു സന്ദേശവാക്യമായി ഉയർത്തുമ്പം തന്നെ നമ്മൾ ഓർമ്മിക്കുക, കേരളത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന പുഴ. ആ പുഴ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് ഇവിടെയാണ്. എന്താണ് ആ പുഴയുടെ പേര്? പാലക്കാട് പുഴ, മലപ്പുറം പുഴ, കേരളപ്പുഴ ഒന്നുമല്ല, ഭാരതപ്പുഴയാണ്. ഇത് പറയാൻ കാരണം ഭാരതത്തിൻ്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഒന്ന് വേറെയാണ്, കേരളം ഒന്ന് വേറെയാണെന്ന് നമ്മളെ പലരും പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിനൊരു സവിശേഷത ഉണ്ട്. കേരളം ഒരു പ്രത്യേകത ഉള്ളതാണ്. അല്ല,
ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തിനും ഓരോ പ്രദേശത്തിനും സവിശേഷതയുണ്ട്. അതുപോലെ കേരളത്തിനും സവിശേഷതയുണ്ട്. ഓരോ പ്രദേശത്തിനും മഹിമയുണ്ട്, കേരളത്തിനും മഹിമയുണ്ട്. എന്നാൽ ഭാരതത്തിൻ്റെ സമഗ്ര വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് എല്ലാം എല്ലാം. അതിൽ നിന്ന് ഭിന്നമായൊരു വ്യക്തിത്വം കേരളത്തിനില്ല. അത് ഉച്ചൈസ്തരം ഘോഷിക്കുകയാണ് ഈ പുഴയുടെ നാമം പോലും. മലയാള ഭാഷയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കണ്ണശന്മാരും മറ്റും ഉണ്ടെങ്കിലും നമ്മൾ എഴുത്തച്ഛനെയാണ്, തുഞ്ചത്താചാര്യനെയാണ് ആദ്യം സ്മരിക്കുക. ആ തുഞ്ചത്താചാര്യൻ്റെ ഏറ്റവും പ്രമുഖവും പ്രസിദ്ധവുമായ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. ആ കേരള തനിമ അത് നമ്മൾ ഓർമ്മിക്കണം. ആ ആചാര്യൻ ജീവിച്ചത്, രചന ചെയ്തത് ഇവിടെയാണ്. ഭാരതത്തിലൊരു പുൽക്കൊടിയായെങ്കിലും ജനിക്കാൻ സാധിക്കുന്നത് പുണ്യമാണ് എന്ന് പാടിയ പൂന്താനം ഇവിടെയാണ്. വ്യാകരണത്തിൽ അദ്വിതീയ പ്രതിഭയായിരുന്ന, കാവ്യത്തിലും മറ്റും അദ്വിതീയ പ്രതിഭയായിരുന്ന മേൽപ്പത്തൂര് ഇവിടെയാണ്. ഗണിതശാസ്ത്രത്തിൻ്റെ, ജ്യോതിശാസ്ത്രത്തിൻ്റെ അഗ്രിമനായിരുന്ന തൃക്കണ്ടിയൂര് അച്യുത പിഷാരടി ഇവിടെയാണ്. പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും വളരെ മുഖ്യങ്ങളായ പലതും, പേര് പറയുമ്പം പലതും വിട്ടുപോകും. അത് കാടാമ്പുഴ അമ്മയായാലും തിരുമന്ധാംകുന്നിൽ അമ്മയായാലും ഇവിടെയാണ്. തൃക്കണ്ടിയൂർ അപ്പനായാലും ഇനി അതുപോലെ ഒരുപാട് ഒരുപാട് ഒരുപാട്. വിവിധ ശാസ്ത്രങ്ങളുടെ വികസനത്തിൻ്റെ കേന്ദ്രസ്ഥാനമാണ്, കലകളുടെയും സാഹിത്യത്തിൻ്റെയും രചനാ കേന്ദ്രമാണ് ഈ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന ഈ മലപ്പുറം. മറക്കരുത്. ഇത് പറയാൻ കാരണം അത് മുഴുവൻ മാറ്റിമറിച്ച് വികലമായ ഭാഷാപ്രയോഗം സ്വയം ചെയ്ത് നമ്മൾ അധപ്പതിക്കുകയാണ്. മറ്റാരെയും കുറ്റം പറയരുത്, വേറെ ആരെയും കുറ്റപ്പെടുത്തരുത്. കുറ്റം നമ്മൾ ഏറ്റെടുക്കണം. വികലമായ ഭാഷാപ്രയോഗം. അതെ. ഇനിയോ നമ്മുടേതായ വിശിഷ്ടങ്ങളായ ആഹാര പദാർത്ഥങ്ങളെ നമ്മൾ കൈവിട്ടു. മലപ്പുറത്തിൻ്റെ പ്രത്യേകങ്ങളായ ആഹാര പദാർത്ഥങ്ങൾ ഓരോ പ്രദേശത്തിനുമുണ്ട്. ഓരോ പ്രദേശത്തിനും ഓരോ സവിശേഷമായ ആഹാര പദാർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നമ്മൾ പറയുമ്പോൾ പുട്ടിനും വെള്ളപ്പത്തിനും അല്ലെങ്കിൽ ഉണ്ടയ്ക്കും കലത്തപ്പത്തിനൊക്കെ പ്രാധാന്യം പറയും. കേരളത്തിൽ നമ്മൾ എരശ്ശേരിക്കും ഓലനും പ്രാധാന്യം പറയുകയാണെങ്കിൽ ഈ മലപ്പുറത്താ പറയുക. മുഴുവൻ നമ്മൾ വിസ്മരിച്ചു. എവിടെ നോക്കിയാലും കുഴി മാന്തുകയാണ്. വിരോധമില്ല, മാന്തിക്കൊള്ളും. പക്ഷേ ആലോചിക്കണം, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ വേദത്തിൽ നിന്ന് അകലുന്നു, വൈദികത്തിൽ നിന്ന് അകലുന്നു, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് അകലുന്നു. കരുത്ത് നമുക്ക് നഷ്ടമാകുന്നു. കരുത്ത് നഷ്ടമായ സന്ദർഭങ്ങളിൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഏറ്റവും അധികം ക്ഷേത്രങ്ങൾ ധ്വംസിക്കപ്പെട്ട, ആക്രമിക്കപ്പെട്ട ജില്ലയാണിത്. അത് കഴിഞ്ഞ് ഏറ്റവും അധികം ഹാലളക്കങ്ങൾ നടന്നത് ഈ ജില്ലയിലൂടെയാണ്. അതും കഴിഞ്ഞ് ഏകപക്ഷീയമായ ഹിന്ദു ഉന്മൂലനത്തിനായിക്കൊണ്ടുള്ള മാപ്പിള സ്ഥാപിക്കാനായിക്കൊണ്ടുള്ള
പരിശ്രമം നടന്നത്, 10,000-കണക്കിന് പേര് മരിച്ചത്, പോട്ടെ, അവർ ഭാഗ്യവാന്മാർ. എത്ര എത്ര നമ്മുടെ സഹോദരിമാരും മുത്തശ്ശിമാരും അടക്കം ബലാത്സംഗം ചെയ്യപ്പെട്ടത് അത് 1921-ലാണ്. അതിവിടെയാണ്. അതെന്നോ കഴിഞ്ഞു പോയില്ലേ? അതെന്തിനിപ്പോ പറയണം എന്നാണെങ്കിൽ കഴിഞ്ഞു പോയോ? ചിന്തിക്കണം. നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്ന ഈ വ്യക്തി, ഞങ്ങളാരും ആകാശത്ത് പൊട്ടി വീണവരൊന്നുമല്ല, സമാജത്തിൽ വളർന്നു വന്നവരാണ്. സന്യാസത്തിന് മുമ്പ് ഏറ്റവും അധികം കാലം വളർന്നത് ഈ മലപ്പുറം ജില്ലയിലാണ്. വണ്ടൂര് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൂടെ വാളുയർത്തിക്കൊണ്ട് 21-ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന മുദ്രാവാക്യം മുഴക്കി പോകുന്നത് ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ കണ്ടതാണ്, കേട്ടതാണ്. അപ്പോ 21 എന്നോ കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നും ഏതൊക്കെയോ മനസ്സുകളിൽ അതുണ്ട്, ഏതൊക്കെയോ മനസ്സുകളിൽ. ഇത് വണ്ടൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ നടന്നത് നേരിട്ട് കണ്ടതും കേട്ടതുമാണ് പറഞ്ഞത്. ഇത് കഥയല്ല. എല്ലാ മതങ്ങളിലും നല്ല മനുഷ്യന്മാരുണ്ട്, എല്ലാ മതങ്ങളിലും കെട്ട മനുഷ്യന്മാരിലുമുണ്ട്. ഹിന്ദുക്കളിൽ എല്ലാവരും നല്ലതൊന്നുമല്ല, മുസ്ലിങ്ങളിൽ എല്ലാവരും നല്ലതല്ല, ക്രിസ്ത്യാനികളിൽ എല്ലാവരും നല്ലതല്ല, ക്രിസ്ത്യാനികളിൽ എല്ലാവരും മോശമല്ല, മുസ്ലിങ്ങളിൽ എല്ലാവരും മോശമല്ല, ഹിന്ദുക്കളിൽ എല്ലാവരും മോശമല്ല. എല്ലാത്തിലും നന്മയും തിന്മയും ഉണ്ട്. പക്ഷേ ഒരു സമൂഹ മനസ്സ് രൂപപ്പെടുന്ന അവസ്ഥയിൽ വ്യക്തിഗതമായ മനസ്സ് അസ്തമിക്കും. ആ സമൂഹ മനസ്സിനെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ, അതിനെ ശരിയായ മാർഗത്തിൽ മുന്നോട്ട് നയിക്കുന്ന വിഷയത്തിൽ നമുക്ക് പരാജയം നേരിട്ടാൽ പിന്നെ നമുക്ക് സ്ഥാനമില്ല, പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ഇടമില്ല. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് കരുത്താണ്. ഏറ്റവും ആദ്യം വേണ്ടത് അറിവാണ്. അറിവും കരുത്തും, ബ്രഹ്മ തേജസ്സും ക്ഷാത്രവീര്യവും, ശാന്തിയും ശക്തിയും രണ്ടും ഒത്തുചേരണം. ഭഗവത്ഗീത ശ്രവിച്ച സഞ്ജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും ഒത്തുചേരണം ഓരോ വ്യക്തിയിലും. സാധിച്ചോ? നമുക്കൊരു ന്യൂനതയും വന്നിട്ടില്ല, ഒട്ടു വരികയുമില്ല. സാധിച്ചില്ലേ, നമ്മുടെ അവസ്ഥ അപകടകരമാണ്. ഇവിടെ നമ്മുടെ മക്കൾ മയക്കുമരുന്നിന് അടിമയാവുന്നതിനെ കുറിച്ചോ, കുടുംബ ഛിദ്രതകൾ ഏറുന്നതിനെ കുറിച്ചോ, വിവാഹമോചനങ്ങൾ പെരുകുന്നതിനെ കുറിച്ചോ ഒന്നും വിസ്തരിക്കാൻ പോകുന്നില്ല. അതെല്ലാം പ്രശ്ന പരമ്പര നമ്മുടെ ഇടയ്ക്കുണ്ട്. പരിഹാരോന്മുഖമായ ചിന്തകൾ മാത്രമേ പങ്കുവയ്ക്കുന്നുള്ളൂ. നിങ്ങളോട് ഒന്ന് മാത്രം പറയട്ടെ, നമ്മൾ നിത്യജീവിതത്തിൽ 4 സകാരങ്ങളെ ഉപാസിക്കുക. 4 സകാരങ്ങളെ ഉപാസിക്കുന്നവരാവുക. ഏതാണ് ഈ 4 സകാരങ്ങൾ? ഒന്നാമത് സമ്പത്ത്. സമ്പത്തിനെ ഉപാസിക്കുക. ഏത് വ്യക്തിയാണോ, ഏത് കുടുംബമാണോ, ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത്, അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവര്. അവരാശ്രിതരായി, വിധേയരായി കഴിയേണ്ടി വരും. വിധേയർക്ക്, ആശ്രിതർക്ക് വ്യക്തിത്വമില്ല, അവരടിമകളാവും. ശ്രദ്ധിക്കുക. അതുകൊണ്ട് സമ്പത്തിനെ ഉപാസിക്കണം. വേദം നമ്മളോട് അനുശാസിച്ചു, ഭൂത്യൈന പ്രമദിതവ്യം. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത്.
ബഹുവന്നം പ്രാപ്നുയാത്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറെ അന്നം ഉണ്ടാക്കൂ. അന്നം എന്ന് പറഞ്ഞാൽ ധാന്യം. എന്താ ഈ ധാന്യം? ധാന്യം എന്ന് പറഞ്ഞാൽ എന്താ? ധനയോഗ്യം, ധനത്തിന് യോഗ്യമായതാണ് ധാന്യം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ധനമുണ്ടാക്കൂ. നോക്കൂ, നിത്യപാരായണത്തിന് വിഹിതമായ ശ്രീരുദ്രം, നമ്മളത് ക്ഷേത്രങ്ങളിൽ ശിവങ്കൽ ധാര കഴിച്ച് സംതൃപ്തി അടയും. അതൊന്നും തുറന്നു നോക്ക്, വായിച്ചു നോക്ക്, ഒന്നും ചെയ്യില്ല. നിങ്ങളെ കൊണ്ടല്ല പറയണത്, പൊതുവെ സമൂഹത്തിന്റെ സ്ഥിതി പറയുക. ശ്രീരുദ്രത്തിൽ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ശക്തികളെയും നമിക്കാൻ പഠിപ്പിക്കും. അതാണ് നമകം. എല്ലാത്തിനെയും ഈശ്വരഭാവമായി കണ്ട് നമസ്കരിക്കാൻ. ഒപ്പത്തിനൊപ്പം ചമകം വരുന്നുണ്ട്. ഒരധ്യായം മുഴുവൻ ചമകമാണ്. എന്തുകൊണ്ട് ചമകം എന്ന് ചോദിച്ചാൽ ഓരോ മന്ത്രവും അവസാനിക്കുന്നത് ചമേ 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 എന്ന് പറഞ്ഞിട്ടാണ്. അതും എനിക്ക് വേണം, അതും എനിക്ക് വേണം, അതും എനിക്ക് വേണം എന്നാ ലളിതമായ അർത്ഥം ചമേ എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ എനിക്ക് വേണ്ടത്? സ്വർണം വേണം, രത്നം വേണം, വെള്ളി വേണം, പട്ടുവസ്ത്രം വേണം, പരുത്തി വസ്ത്രം വേണം, കമ്പിളി വസ്ത്രം വേണം, കുതിര വേണം, ആന വേണം, ആട് വേണം, കോലാട് വേണം, ചെമ്മരിയാട് വേണം. അങ്ങ് പോവുകയാ. പത്നി വേണം, കുട്ടി വേണം, കുട്ടീൻ്റെ കുട്ടി വേണം. ഇങ്ങനെ അങ്ങോട്ട് പോവുകയാ. 300 ചില്ലാൻ പ്രാർത്ഥനകൾ, ഒന്നും രണ്ടും അല്ല. ഒരിടത്തും എനിക്ക് ദാരിദ്ര്യം വേണം, എനിക്ക് ശക്തിഹീനത വേണമെന്ന് പറഞ്ഞിട്ടില്ല. ചെറുപ്പത്തിലെ ഇങ്ങനെ എല്ലാം വേണം വേണമെന്ന് സങ്കല്പിക്കാൻ പഠിച്ചാൽ, ജീവിതത്തിൽ ഉയരാനുള്ള സങ്കല്പങ്ങൾ എടുത്താൽ, അവൻ അലസനായി, മന്ദനായി, മടിയനായി ഇരിക്കാൻ പറ്റുമോ? ഒരു പണിയെടുക്കാണ്ട് കുത്തിയിരിക്കാൻ പറ്റുമോ? എനിക്ക് തൊഴിലില്ല സ്വാമി എന്നും പറഞ്ഞിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവൻ തൊഴിൽ കണ്ടെത്തും, തൊഴിൽ കണ്ടെത്തും. ഇന്ന് ഏറ്റവും അധികം തൊഴിൽ കണ്ടെത്താൻ സാധ്യതയുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ. ഇന്നൊരാൾക്ക് തൊഴിലില്ല എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നേ പറയാനുള്ളൂ. കാരണം അത്രയ്ക്കധികം സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ നവീന സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തിയാൽ, ഇന്നത്തെ ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗിച്ചാൽ ഒരുപാട് സാധ്യതയുണ്ട്. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഗുരുനാഥനിട്ട പേര് സ്വാമി ചിദാനന്ദപുരി എന്നാണ്. അത് പലരും ഉണ്ടല്ലോ വിചാരിച്ചിട്ടുള്ള സന്യാസിമാർക്ക് ഈ പേരിൻ്റെ കൂടെ സ്വാമി എന്നുള്ളത് ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ്. അല്ല, പേരിൻ്റെ ഭാഗമാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. പേരിൻ്റെ ഭാഗമാണ് സ്വാമി എന്നുള്ളത്. അപ്പോൾ സ്വാമി ചിദാനന്ദപുരി എന്നാ ഗുരുനാഥൻ പേരിട്ടെ. പക്ഷെ വേറെ പല പേരും നമുക്കുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വളരെ എനിക്ക് ഇഷ്ടമുള്ളൊരു പേരാണ് ചാണകസ്വാമി. വളരെ ഇഷ്ടമുള്ള പേരാണ്. കാരണം ചാണകം പോലെ സമൂഹത്തെ പരിശുദ്ധമാക്കാനുള്ളൊരു കഴിവ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കും. ഈ ചാണകം നിങ്ങളൊന്ന് വേണ്ടതുപോലെ ഉണക്കി പാക്ക് ചെയ്ത് ചതുരത്തിൽ മുറിച്ച് നല്ലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പാക്ക് ചെയ്ത് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഈബേയിലോ എന്തെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ തയ്യാറുണ്ടോ? ഒരു സംശയമില്ലാണ്ട് പറയാം, ഒരു 30,000 റുപ്യെങ്കിലും മാസത്തിൽ ലാഭം ഉണ്ടാക്കാം. വാക്ക് തരുന്നു. ദയവിത് കൈയടിക്കാതിരിക്കുക. ആ സമയം കൂടി വല്ലതും കേൾക്കുക. കൈയടിച്ച് വല്ല ആവേശം ഉണ്ടാവാൻ പോകുന്നുണ്ടോ ഇവിടെ? അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സ്പോർട്സിലൊക്കെ ആണെച്ചാൽ കൈയടിച്ച് ആവേശം, വലിയ സന്തോഷം, ഇഷ്ടമുണ്ടെങ്കിൽ അടുത്ത ഒന്ന് കൊടുത്തോളൂ, എന്നാൽ ഒരു ഗുണം ഉണ്ടാവും. ഒന്നോണമെന്നുള്ളൂ അല്ലേ, പുറത്തൊന്നും ഇരിക്കാതിരുന്ന. പറഞ്ഞു വന്നത്, ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് സാധ്യതകൾ. നമ്മുടെ മക്കൾ നല്ല ഒന്നാം തരം മക്കളാണ്. പലരും നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും. നമ്മളെക്കാൾ എത്രയോ മികച്ചവരാ നമ്മുടെ മക്കൾ, ഒരു സംശയവുമില്ല. ഇപ്പം എൻ്റെ അടുത്തുള്ള ഈ സ്മാർട്ട് ഫോണിന് എന്തെങ്കിലും ഒരു കുഴപ്പം എനിക്ക് തിരിച്ചറിയാത്തത് ഉണ്ടെങ്കിൽ ഒരു 4 വയസ്സുള്ള കുട്ടീൻ്റെ അടുത്ത് കൊടുത്താൽ 2 സെക്കൻഡ് കൊണ്ട് അവൻ ശരിയാക്കി തരും, അവൾ ശരിയാക്കി തരും. എൻ്റെ ലാപ്ടോപ്പിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഞാനൊരു 50 വയസ്സുകാരൻ്റെ അടുത്ത് കൊടുത്താൽ അവൻ പറയും നമുക്കൊരു ഷോപ്പിൽ റിപ്പയറിന് കൊടുക്കാം സ്വാമി. എന്നാൽ 3 വയസ്സുള്ള ഒരു മോളെടുത്ത് മോൻ്റെ അടുത്ത് കൊടുത്താൽ അപ്പം ശരിയാക്കി തരും. തമാശ. അവർ ടെക്നിക്കൽ എബിലിറ്റി അത്രയ്ക്ക് അധികമാണ്.
ബുദ്ധി വൈഭവം അവർക്ക് വളരെ കൂടുതലാണ്. ഏറ്റവും വലിയ ഗുണം ഞാൻ പുതിയ തലമുറയെ കണ്ടത്, ലോകം മുഴുവൻ, ഭാരതത്തിൽ മാത്രമല്ല, പരദൂഷണം ചെയ്യില്ല. അവർ മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞിരിക്കാനൊന്നും അവർക്ക് നേരമില്ല. അങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും മികച്ച മക്കള് ടെക്നോളജിയിൽ മുന്നോട്ട് പോയാൽ, ഒപ്പം ധാർമ്മികതയെ മുറുകെ പിടിച്ചാൽ നമുക്ക് മികച്ച സമ്പത്തിലേക്ക് ഉയരാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് ഭാരതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സാമ്പത്തികമായി ലോകത്തിലെ 4ാമത്തെ ശക്തിയാണ് ഭാരതം. ചിലരുടെ പഠനത്തിൽ ഹാപ്പിനെസ് ഇൻഡെക്സിലെ ബാക്കിലാവൂട്ടോ, ചിലരുടെ പഠനത്തിൽ. അത് ഭാരതത്തിനേക്കാൾ മുമ്പിലാ ബംഗ്ലാദേശ് അടക്കം, പാകിസ്ഥാൻ അടക്കം. പിന്നെ പറയണോ? എന്ത് പറയാനാണ്? സൈനികമായി, കയറ്റുമതിയിൽ, നയതന്ത്ര മേഖലയിൽ എല്ലാം കുതിച്ചുയരുകയാണ് ഭാരതം. 2036 ആകുമ്പോഴത്തേക്ക് ഭാരതം 2ാം സ്ഥാനത്തെത്തും. ആ രീതിയിലാണ് ഇന്നത്തെ വികാസത്തോത്. പക്ഷെ അത് സഹിക്കാത്തവര്, അതൊരിക്കലും സംഭവിക്കരുതെന്ന് ഇച്ഛിക്കുന്നവര് എന്തെല്ലാമൊക്കെയോ പുറത്തും അകത്തും പിച്ചും പെയ്യും പറയുന്നുണ്ട്. വസ്തുനിഷ്ഠമായി ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പഠിക്കുക, അപ്പം മനസ്സിലാവും. അതുകൊണ്ട് സമ്പത്തിനെ ഉപാസിക്കുക എന്ന് ആവർത്തിച്ച് പറയട്ടെ. അതിന് ശ്രീ കാടാമ്പുഴ അമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം, ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ശബരിമല ധർമ്മശാസ്താവ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാലൊന്നും ഐശ്വര്യം ഉണ്ടാവില്ല. ആ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് ഐശ്വര്യം ഉണ്ടാവും, നമുക്കുണ്ടാവില്ല. മറിച്ച് ബുദ്ധിപൂർവമായിട്ട് അധ്വാനിക്കണം, കഠിനമായിട്ട് അധ്വാനിക്കണം. എന്തെങ്കിലും തൊഴിൽ മേഖലകളിലേക്ക് ഏർപ്പെടണം, അതിന് പരസ്പരം സഹകരിക്കണം. നമ്മളൊരു പച്ചക്കറി കച്ചവടം വെച്ച് വിജയിച്ചാൽ അതിൻ്റെ അടുത്ത് വേറൊരു പച്ചക്കറി കച്ചവടം വെക്കരുത്. അവിടെ നമ്മളൊരു പലചരക്ക് കട വയ്ക്കുക. ഒരു പലചരക്ക് കട വിജയിച്ചാൽ അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റേഷനറി കട വയ്ക്കുക. ഇപ്പുറത്ത് നമ്മുടെ ഒരു സഹോദരൻ നല്ലൊരു ഹോസ്പിറ്റൽ തുടങ്ങിയാൽ അപ്പുറത്ത് നല്ല 2 ബേക്കറിയും 2 ഹോട്ടലും തുടങ്ങിക്കൊള്ളും. അവിടത്തേക്ക് ധാരാളം രോഗികളെ കിട്ടിക്കൊള്ളും. സഹകരിക്കുക. ഇനി അങ്ങനെ സഹകരിച്ചല്ലാതെ ചെയ്യാവുന്ന 100 കണക്കിന് ബിസിനസ് മേഖലകളുണ്ട്. ഏറ്റവും ലാഭമുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചെയ്യാൻ സാധിക്കുക ചെയ്യൂ. കരിക്ക് കച്ചവടം. കരിക്ക് കച്ചവടം ചെയ്യുന്ന ആൾക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഒരു 6000-8000 രൂപ ലാഭം ഉണ്ടാവുന്നതാണ് അനുഭവികൾ പറയുന്നത്. അത്തറ് കച്ചവടം വളരെ ലാഭമുള്ളതാണ്, വളരെ ലാഭമുള്ളതാണ്. കോഴി കച്ചവടം വളരെ ലാഭമുള്ളതാണ്. ചിലർ ചിരിക്കുക, ഈ സ്വാമി എന്താ പറയണത്, പോയി കടിച്ച് വലിക്കുമല്ലോ, അതിന് യാതൊരു മടിയില്ല, കഴിക്കാമെങ്കിൽ എന്താ വിറ്റൂടെ? പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരും നാളെ പോയിട്ട് അത്തറ് കച്ചവടം ചെയ്യണം എന്നല്ല, എല്ലാവരും നാളെ പോയിട്ട് പഴക്കച്ചവടമോ അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടമോ ചെയ്യണം എന്നല്ല. മറിച്ച് നമുക്ക് സാധിക്കുന്ന മേഖലകളിൽ, കച്ചവടത്തിൽ, വ്യവസായത്തിൽ, കൃഷിയിൽ ഉയരണം. ഇതോർത്തിട്ടാണ് നമുക്ക് നവകേരളം വേണ്ട എന്ന് പറയുന്നത്. ഏത് നവകേരളം നമുക്ക് വേണ്ട? ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന നവകേരളം, ചെമ്പിനെ സ്വർണമാക്കുന്ന, സ്വർണത്തെ ചെമ്പാക്കുന്ന മഹാത്ഭുതം നടക്കുന്ന നവകേരളം. സർക്കാരിൻ്റെ പ്രധാന വരുമാനമായി ലോട്ടറിയും, അതായത് ചൂതുകളിയും ചൂതാട്ടവും മദ്യവിൽപ്പനയും നടക്കുന്ന നവകേരളം. കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് തച്ച് തകർത്ത നവകേരളം. ട്രാക്ടർ വന്നപ്പോൾ അതിൻ്റെ ഡീസൽ ടാങ്കിൽ മണലും ഉപ്പൂട്ട നവകേരളം. അത് നമുക്ക് വേണ്ട. ഞാൻ പണിയെടുത്താൽ നീ കൂലി വാങ്ങുന്ന നോക്കുകൂലിയുടെ നവകേരളം, അത് നമുക്ക് വേണ്ട. നമുക്ക് സുന്ദര കേരളമുണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ
സ്വാമി ഇതാ സവർണ ഫാഷിസത്തിന്റെ വക്താവായി തമ്പുരാനെയാണ് ഉദ്ധരിക്കാൻ വന്നിട്ടുള്ളത് എന്നാരും പറഞ്ഞേക്കരുത്. അവശ ജനവിഭാഗത്തിൽപ്പെട്ട കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണഭൂതൻ, കാരണഭൂതൻ എന്നുള്ള ശബ്ദമൊക്കെ പ്രയോഗിക്കാൻ കുറച്ചൊരു സന്ദേഹമാണ്. ഏതായാലും അതിൻ്റെ കാരണഭൂതൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കോവിലകത്തിൻ്റെ അകത്ത് കറുപ്പനെ ഇരുത്തി കാവ്യവും അലങ്കാരവും മീമാംസയും വ്യാകരണവും പഠിപ്പിച്ചപ്പോൾ ചിലരെങ്കിലും നെറ്റി ചുളിച്ച് ചോദിച്ചു, തമ്പുരാനെ ഈ ജാതി താണവനെ അകത്ത് തന്നെ ഇരുത്തി പഠിപ്പിക്കണോ? നമുക്ക് പൂമുഖയില്ലേ, അവിടെ പഠിപ്പിച്ചാൽ പോരെ? തമ്പുരാൻ പറഞ്ഞു, വിദ്യയ്ക്ക് ജാതിയില്ല. ആ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പാടിയിട്ടുണ്ട്, കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്ക് വടക്കു നീളെ അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. ആ നല്ല രാജ്യം അതിന് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കണം. അതിന് സാമ്പത്തിക ഭദ്രത നേടണം. ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവര് ഒന്നാലോചിക്കണം. ഒരു 50 കൊല്ലം മുമ്പ്, 40 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, 10 കൊല്ലം മുമ്പ്, ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? കച്ചവടത്തിൽ നമ്മൾ എങ്ങനെയാണ്? നമുക്ക് എത്ര ഭൂസ്വത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു കണക്കെടുക്കുക. ഗുണമോ ദോഷമോ പറയുന്നില്ല, നിങ്ങൾ കണക്കെടുത്തോളുക. ദയവ് ചെയ്ത് ആർഭാടങ്ങളും ധൂർത്തുകളും ഒഴിവാക്കുക. സ്വത്ത് വിറ്റ് നശിപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. ഇതിവിടുന്ന് ചെയ്തേ മതിയാവും. എൻ്റെ കുടുംബത്തില്, ക്ഷേത്രത്തില്, ഗൃഹത്തില് ആർഭാടങ്ങൾ ധൂർത്തുകൾ ഞാൻ ചെയ്യില്ല. സ്വത്ത് വിറ്റ് നശിപ്പിക്കില്ല, പ്രതിജ്ഞ ചെയ്യുക. മകളുടെ കല്യാണമുണ്ടോ? മകൻ്റെ കല്യാണമുണ്ടോ? ഈ റേഡിയോ ആക്ടിവിറ്റി ഏറെയുള്ള തിളങ്ങുന്ന ആഭരണങ്ങൾ ദയവ് ചെയ്ത് വാങ്ങിക്കൊടുക്കാതെ നല്ല തട്ടന്മാരെ കൊണ്ട് സ്വർണ്ണാഭരണം ഉണ്ടാക്കിച്ചിട്ട് വേണമെങ്കിൽ കൊടുത്തോളൂ, നല്ലതാ. പരസ്യജാലങ്ങളിൽ പെട്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വാങ്ങി കുട്ടിയുടെ കഴുത്ത് കൊടുത്ത് നാളെ തൈറോയ്ഡ് ക്യാൻസറും മറ്റും സ്കിൻ ക്യാൻസറും ഒന്നും ഉണ്ടാക്കിക്കരുത്. അതിനേക്കാളൊക്കെ നല്ലത് ഒരു ചെറിയൊരു സ്വത്ത് വാങ്ങിയിട്ട് മോൾക്ക് കൊടുക്കുക. അവൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവും. നാളെ അവളുടെ പേരിൽ സ്വത്ത് കൊടുക്കുക. ദയവിത് ആർഭാടം ഒഴിവാക്കുക. ഇത് പ്രതിജ്ഞ ചെയ്യണം, നമ്മൾ ചെയ്തേ മതിയാവും. ഇത് സന്യാസിക്ക് വേണ്ടി പറയുന്നതല്ല, ഇത് സന്യാസിമാർക്ക് വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ട് സമ്പത്തിനെ ഉപാസിക്കുക. മറ്റൊരു സകാരം പറയാം, സംസ്കാരം. നമ്മുടെ സംസ്കാരം മഹനീയമായ, നോക്കൂ, ലോകത്തിൽ എത്ര പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭാരതത്തിൽ മാത്രമൊന്നുമല്ല മഹിതമായ സംസ്കാരം ഉണ്ടായത്. അത് തെറ്റിദ്ധാരണയാണ്. ഈ ലോകത്തിലുടനീളം മഹത്വപൂർണങ്ങളായ സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേവലം ഗ്രീസിലോ റോമിലോ മെസപ്പൊട്ടോമിയോ ബാബിലോണിയയോ മാത്രമൊന്നുമല്ല, എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മതശക്തികളാൽ ആ വൈവിധ്യപൂർണങ്ങളായ സംസ്കാരങ്ങളൊക്കെ എല്ലാം നശിപ്പിക്കപ്പെട്ടു. എല്ലാം സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നത് മതങ്ങളാണ്. സംസ്കാരം, സംസ്കൃതി, ധർമ്മം, വൈവിധ്യങ്ങളെ ആദരിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയായ വനം പോലെയാണെങ്കിൽ മതം ഏകവിളത്തോട്ടം പോലെയാണ്. ഒന്ന് മാത്രം, ഒന്നിനു വേണ്ടി മാത്രം, ഒന്ന് മാത്രം വിള, മറ്റെല്ലാം കള. ഈ മതങ്ങളാണ് സംസ്കാരങ്ങളെ നശിപ്പിച്ചത്. എന്നാൽ ഈ ഭാരതത്തിൽ അത്തരം ശക്തികൾ അധിനിവേശം ചെയ്തിട്ടും നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ചിട്ടും ഈ സംസ്കാരം നശിച്ചിട്ടില്ല.
ഇതിനെ നശിക്കാതെ സംരക്ഷിച്ചത് തീർച്ചയായിട്ടും സന്യാസിമാർക്ക് അതിൽ പങ്കുണ്ട്, തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾക്ക് പങ്കുണ്ട്, തീർച്ചയായിട്ടും ക്ഷേത്ര കലകൾക്ക് പങ്കുണ്ട്, നമ്മുടെ കലാരൂപങ്ങൾക്ക് പങ്കുണ്ട്. എന്നാൽ ഏറ്റവും വലിയ പങ്ക് കുടുംബ വ്യവസ്ഥയുടേതാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുടുംബ വ്യവസ്ഥ, അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ആശയങ്ങളെ, ആദർശങ്ങളെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകിയ കുടുംബ വ്യവസ്ഥ. അതെ, ആ സംസ്കാരത്തിന്റെ നൈരന്തര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഈ ജനുവരി മാസം കോഴിക്കോട് ജില്ലയിൽ ഒരു ഗ്രാമത്തിലുള്ള ഒരു ക്ഷേത്ര പ്രവർത്തകർ ആശ്രമത്തിൽ വന്നു. സ്വാമി ഒന്ന് വരണം. അവിടെ അതിനു മുമ്പ് അവരുടെ ക്ഷേത്ര നവീകരണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും പോയിരുന്നു. അപ്പോൾ നവീകരണമൊക്കെ കഴിഞ്ഞു, പ്രതിഷ്ഠയുടെ ഏകദേശം അടുത്തെത്തി. സ്വാമി വരണം എന്ന് പറഞ്ഞു. ഡയറി നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. വൈകുന്നേരം ഒഴിവില്ല, ഉച്ചയ്ക്ക് ഒഴിവില്ല, രാവിലെ അനുകൂലമായ സമയത്ത് ഒഴിവില്ല. അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, രാവിലെ ഒരു 5:30 മണിക്ക് വരാം, എന്താ? ഓ, അത് മതി പറഞ്ഞു. ഞാൻ വിചാരിച്ചത് 5:30 മണിക്ക് രാവിലെ ക്ഷേത്രത്തിലെത്തുമ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും ഏറി വന്നാൽ ഉണ്ടാവുന്ന. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ 500-ലധികം പേര് ഉണ്ടായിരുന്നു. രാവിലെ 5:30 മണിക്ക് 500-ലധികം പേര്. അവരിൽ 90% അമ്മമാരായിരുന്നു. വലിയ സന്തോഷം തോന്നി കണ്ടപ്പോൾ. അവരോട് ചിലതൊക്കെ സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ 2 ചോദ്യങ്ങൾ ചോദിച്ചു. 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. അത് നേരെ അങ്ങോട്ട് ചോദിച്ചു. ചോദ്യം ഇതാണ്: നിങ്ങൾ ഒരു 45 വയസ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞവർ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. കൈ പൊന്തിച്ചാൽ മതി. അതിവിടെയും ആവർത്തിക്കുക കേട്ടോ. അന്ന് അവരോട് ചോദിച്ചതാ. കൊച്ചുകുട്ടിയായിരിക്കണ സമയത്ത് 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സ് വരെയുള്ള കാലത്ത് മുത്തശ്ശിമാരിൽ നിന്ന് അഥവാ മുത്തശ്ശന്മാരിൽ നിന്ന് നിങ്ങൾ എത്ര പേര് ധർമ്മബോധകങ്ങളായ കഥകൾ കേട്ടിട്ടുണ്ട്? ഇതാണ് ചോദ്യം. 90% കൈപൊക്കി. അതായത് ഒരു 450 പേരെങ്കിലും കൈപൊക്കി. എന്തൊരു സന്തോഷം തോന്നിയെന്നറിയോ? വളരെ സന്തോഷം തോന്നി. അപ്പോൾ അവരൊക്കെ ചെറുപ്പത്തിൽ മുത്തശ്ശിയിൽ നിന്ന്, മുത്തശ്ശനിൽ നിന്ന് കഥ കേട്ടവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വളരെ സന്തോഷമായി. ഇനി ഞാൻ നിങ്ങളോട് 2ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. പക്ഷേ 2ാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു വേദമന്ത്രം നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വേദമന്ത്രം ഇതാണ്: സമൂലോ വാ ഏഷ പരിശുഷ്യതി യോ നൃതമഭിവദതി. ആരാണോ നുണ പറയുന്നത് അവൻ വേരോടുകൂടെ ഉണങ്ങിപ്പോവും. ഇതാണ് മന്ത്രം. മന്ത്രം മനസ്സിലായില്ലോ? കൊമ്പുണങ്ങിയാൽ വീണ്ടും തെഴുക്കും, ശാഖകൾ ഉണങ്ങിയാൽ വീണ്ടും തെഴുക്കും, തായ്തടി ഉണങ്ങിയാലും തെഴുക്കും. പക്ഷെ വേരോടുകൂടി ഉണങ്ങിയാൽ പിന്നെ തെഴുക്കില്ല. അതാ പറഞ്ഞത്, ആരാണോ നുണ പറയുന്നത്, അസത്യം പറയുന്നത്, അവർ വേരോടുകൂടി ഉണങ്ങിപ്പോകും. ഇതാണ് മന്ത്രം. സമൂലോ വാ ഏഷ പരിശുഷ്യതി യോ നൃതമഭിവദതി. ഇനി ഞാൻ 2ാമത്തെ ചോദ്യം ചോദിക്കാം. അങ്ങനെ മുത്തശ്ശിമാരിൽ നിന്ന് കഥകൾ കേട്ട് വളർന്ന നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ പേരക്കുട്ടികൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? 3 കൈകളാണ് ഉയർന്നത്. ഒരു പക്ഷേ ഈ മന്ത്രം ചൊല്ലുന്നതിന് മുമ്പായിരുന്നു ചോദിച്ചതെങ്കിൽ 450 കൈകളും പൊങ്ങുമായിരുന്നിരിക്കാം, അറിയില്ല. ഏതായാലും 3 കൈകളെ പൊന്തിയുള്ളൂ. ആ ചോദ്യം ഇവിടെ ചോദിച്ചാൽ 1ാം ചോദ്യത്തിന് എത്ര കൈ പൊങ്ങും? ഒന്ന് കാണട്ടെ. 1ാം ചോദ്യത്തിന് എത്ര കൈയേ ഉള്ളൂ? പോരാ, പോട്ടെ, സാരമില്ല. 2ാം ചോദ്യത്തിന് എത്ര കൈ പൊങ്ങും? സന്തോഷം. ആ 1ാം ചോദ്യത്തിനുള്ളവരൊക്കെ തന്നെ 2ാമതും പൊന്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ നിങ്ങൾ എന്താ പറഞ്ഞു പോയിക്കോളൂ സ്വാമി,
നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ ഡ്യൂട്ടി ചെയ്ത് നിങ്ങളങ്ങ് പോയിക്കോളൂ, ഞങ്ങളുടെ കൈയൊന്നും പൊന്തിക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന മട്ടിൽ അങ്ങനെ ഇരിക്കുന്നവരും ഉണ്ട്. സാരമില്ല. അതുകൊണ്ട് പറയട്ടെ, നമുക്ക് എന്തുണ്ടോ എല്ലാം നമുക്ക് ലഭിച്ചതാ. നമുക്ക് എന്തുണ്ടോ എല്ലാം നമുക്ക് ലഭിച്ചതാ. ലഭിച്ചത് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ലഭിച്ചത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പെരുങ്കള്ളന്മാരാണ്. തൈർദത്താൻ അപ്രദായഭ്യോ യോ ഭുക്തേസ്തേനയേവസഹ. നമുക്ക് ലഭിച്ചത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പെരുങ്കള്ളന്മാരാ. ചിദാനന്ദപുരി സ്വാമി പറയല്ല, ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറഞ്ഞതാ. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ പിന്തുടർച്ച, അതിനവരെ ഇരുത്തി സംഹിത പഠിപ്പിക്കണം, ബ്രാഹ്മണം പഠിപ്പിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. മക്കളെ പിടിച്ചിരുത്തി അദ്വൈത സിദ്ധി, സിദ്ധാന്ത ബിന്ദു അല്ലെങ്കിൽ മാണ്ഡൂക്യകാരിക ഭാഷ്യം പഠിപ്പിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. ലളിതങ്ങളായ കഥകൾ മതി, പാട്ടുകൾ മതി. കഥ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. നമുക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഒക്കെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കഥ ഇഷ്ടമാണ്. ദിവസം ഒരു കഥ പറഞ്ഞു കൊടുത്താൽ മതി. ആ കഥയിലൊരു മൂല്യം ഉണ്ടായാൽ മതി. ലക്ഷക്കണക്കിന് കഥകൾ നമുക്കുണ്ട്, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റ് ധർമ്മശാസ്ത്രങ്ങളിലുമായിട്ടാണ്, മഹാത്മാക്കൾ പറഞ്ഞു തരുന്നതായിട്ട്. ചെറുപ്പത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഉദ്ബോധനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. മുത്തശ്ശി പഠിപ്പിച്ചു, മോനെ കടലാസ് അക്ഷരം ചവിട്ടരുതേ, സരസ്വതിയാ. ചവിട്ടാൻ കഴിയില്ല അക്ഷരം. നമുക്കൊരു മടിയില്ല. ന്യൂസ് പേപ്പർ നിലത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി പോകാൻ, നിലം കേട് വരാതിരിക്കാൻ ന്യൂസ് പേപ്പർ ചവിട്ടാൻ നമുക്കൊരു മടിയില്ല. ഒരു മാറ്റം വന്നതേ അക്ഷരം സരസ്വതിയുടെ പ്രതിരൂപമാണ്. കൊച്ചുനാളിൽ മുത്തശ്ശി പഠിപ്പിച്ചത് നമുക്ക് തെറ്റിക്കാൻ പറ്റില്ല. ചിന്തിക്കുക. ഈ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ച, സമ്പത്ത്, സംസ്കാരം, സന്താനം, സന്താനം, കുട്ടികൾ. എനിക്കൊരു ആൺകുട്ടിയുണ്ട് സ്വാമി, എനിക്കൊരു പെൺകുട്ടിയുണ്ട് സ്വാമി, അതുകൊണ്ട് സന്താനമാവില്ല. തനു വിസ്താര എന്നുള്ള ധാതുവിൽ നിന്നാണ് സന്താന ശബ്ദം വരുന്നത്. ഇപ്പം നമ്മുടെ പൂർവികർ പരിപാലിച്ച സത്യധർമ്മങ്ങളെ പിന്തുടരുന്ന മക്കളാണെങ്കിൽ സന്താനം എന്ന് പറയാൻ പറ്റൂ. അത് ആകാശത്തുനിന്ന് പൊട്ടി വീഴില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, കുട്ടികൾ നമുക്കുണ്ടാവരുത്, കുട്ടികളെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം ഗർഭാധാന സംസ്കാരമാണ്. സ്ത്രീയും പുരുഷനും സംയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായി അകസ്മാത് ഉണ്ടാവേണ്ടതല്ല സന്താനം, മറിച്ച് സൽ സന്താനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് അച്ഛനമ്മമാരുടെ അനുഗ്രഹം മേടിച്ച് സന്താനത്തെ ഉണ്ടാക്കണം. അതാണ് ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം. നിഷേകം അഥവാ ഗർഭാധാനം അഥവാ വീര്യസ്ഥാപനം അഥവാ ഗർഭസ്ഥാപനം. അവിടുന്ന് തുടങ്ങുന്നു മറ്റ് 15 സംസ്കാരങ്ങളും. അങ്ങനെ സൽ സന്താനങ്ങൾ ഉണ്ടാക്കണം. 280 ദിവസം വയറ്റിൽ കിടക്കുമ്പോൾ നമ്മുടെ സച്ചിന്തകളെ കൊണ്ട് ആ സന്താനത്തെ പോഷിപ്പിക്കണം. സാ ഭാവയിത്രീ. ഉപനിഷത്ത് പറയുന്നുണ്ട്, അമ്മ ഗർഭിണി ഭാവയിത്രിയാണ്, ആ കുഞ്ഞിനെ ഭാവിപ്പിക്കുന്നവളാണ്. സച്ചിന്തകൾ നിറയ്ക്കണം. ഗർഭിണി വസിക്കുന്നിടം ശാന്തമായിരിക്കണം. വിദ്യാലയം പോലെ, ദേവാലയം പോലെ. ഇന്നിപ്പോൾ വിദ്യാലയം എന്ന് പറഞ്ഞാൽ പേടിയാ. കാരണം ഹെഡ് ടീച്ചറെ മുറിയിൽ പൂട്ടിയിടുകയും അവരുടെ ഇരിപ്പിടത്തിന് തീ കൊളുത്തുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. അവരുടെ പ്രതിരൂപത്തെ ഉണ്ടാക്കി ശവമഞ്ചം പോലെ സങ്കല്പിച്ച് കത്തിക്കുന്ന കാലമാണ്. അപ്പോൾ വിദ്യാലയം പോലെ പരിശുദ്ധമാവണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വിഷമാണ്. പക്ഷെ നമ്മുടെ സങ്കല്പത്തിലെ വിദ്യാലയം ഉണ്ടല്ലോ, നമ്മുടെ സങ്കല്പത്തിലെ ദേവാലയമുണ്ടല്ലോ, അതുപോലെ പരിശുദ്ധമാവണം ഗർഭിണി വാസിക്കുന്ന ഇടം. അത് കഴിഞ്ഞാൽ കുഞ്ഞൊരു 3.5 വയസ്സാവുന്നത് വരെയുള്ള കാലം മാതൃകാപരമായ ആചരണങ്ങളായിരിക്കണം ആ വീട്ടിൽ.
കാരണം ആ പ്രായത്തിൽ കുഞ്ഞുങ്ങളെല്ലാം കണ്ടും കേട്ടും ശീലിക്കും. സന്താനം മാത്രമല്ല, സന്താനത്തിൽ ഒതുങ്ങരുത്, സന്താനങ്ങൾ വേണം. ഇന്ന് വലിയൊരു ദുരവസ്ഥയാണ്. ഹിന്ദു വീടുകളിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും, പതിയും പത്നിയും, അവർക്കൊരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ ജനസംഖ്യ നേരെ പകുതിയാവുന്നു. ഈ പോക്ക് പോയാൽ എങ്ങോട്ടാണ്? ചിന്തിക്കുക. ചിന്തിച്ചേ മതിയാവും. അതുകൊണ്ട് സന്താനം സമ്പത്താണെന്ന് ഓർമ്മിക്കുക. നമുക്ക് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഭാവി തലമുറ വേണമെങ്കിൽ, നമുക്ക് നല്ല രാഷ്ട്രീയക്കാർ നാളെ ഉണ്ടാവണമെങ്കിൽ, നമുക്ക് നല്ല സന്യാസിമാർ നാളെ ഉണ്ടാവണമെങ്കിൽ വീടുകളിൽ കുട്ടി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കുട്ടികൾ ഉണ്ടാവണം. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ വെച്ചാൽ ആ കുട്ടി സന്യാസത്തിന് സമ്മതം ചോദിച്ചാൽ നിങ്ങൾ സമ്മതിക്കുകയോ? ഒരിക്കലും സമ്മതിക്കില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുക, അച്ഛനമ്മമാരുടെ അനുഗ്രഹം ചോദിച്ചു. അവർക്ക് ആദ്യ സമ്മതമൊന്നും ആയിരുന്നില്ല, പക്ഷെ പിന്നെ അവർ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. എന്തുകൊണ്ടാണ്? അവർക്ക് 5 മക്കളുണ്ട്, 5-മനാ ഇത്, പോട്ടെ ഒന്നാ വഴിക്കെന്ന് അവർ ചിന്തിച്ചു. അല്ലാണ്ടെന്താ? അതെ. ഇവിടെ മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ. ഇനി നിങ്ങളുടെ മക്കളെ സന്യസിപ്പിക്കാൻ പ്രേരണ ചെയ്യാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അവർക്ക് 4 മക്കൾ വേറെ ഉണ്ടെങ്കിലും എല്ലാവരോടും സ്നേഹമായിരുന്നെങ്കിലും അവർ പറയും, ചിദാനന്ദപുരി സ്വാമിയുടെ അച്ഛനാ ഞാൻ, ചിദാനന്ദപുരി സ്വാമിയുടെ അമ്മയാ. അതിനൊരു അഭിമാനമായിരുന്നു അവർക്ക്. അതായിരുന്നു. ഇത് വെറുതെ പറയുകയല്ല. അതുപോലെ ആയിരിക്കണം ഓരോരുത്തരുടെയും അച്ഛനമ്മമാർ. ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ അവരൊക്കെ ദുഃഖിച്ചിട്ടുണ്ടാവും, പക്ഷെ പിന്നെ അവർ അഭിമാനപൂരിതരാവും. അതുകൊണ്ട് കുട്ടി പോരാ, കുട്ടിയോട് വേണം നിർബന്ധമായിട്ട്. എത്ര മക്കൾ വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുട്ടി പോരാ, കുട്ടികൾ വേണം. ഇത് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്കിത് പറയാനുള്ള അധികാരം എന്ത്? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾക്കൊട്ട് കുട്ടികളുമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹൈവേ വഴിക്ക് യാത്ര ചെയ്യാറുണ്ടോ സഹോദര? ഉണ്ടല്ലോ. അവിടെ നിങ്ങൾ ചില ഹോട്ടലുകളുടെ മുമ്പിൽ ചില ആൾക്കാർ ചില വർണ്ണക്കൊടകളൊക്കെ ആയിട്ട് ഹോട്ടലിന് ബോർഡ് വെച്ച് ഇങ്ങനെ മാടി വിളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അവരെവിടുന്നാ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? അവർക്കറിയാം ദിവസവും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ വയറിന് ദീനം വരുമെന്ന്. അതുകൊണ്ട് അവർ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുവരും. പക്ഷെ അവരുടെ പണി മനസ്സിലായി എന്ന് വിചാരിക്കുക. ആ വഴി പോണവരെ മുഴുവൻ വരൂ എന്ന് വിളിക്കുക. അങ്ങനെ ഭഗവാനും ചിലരെയൊക്കെ നിർത്തിയിട്ടുണ്ട്, ചിലതൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പറയണത്. വേണമെങ്കിൽ കേട്ടാൽ മതി, വേണ്ടെങ്കിൽ തള്ളിക്കോളൂ. അതെ, തമാശയല്ല. അതുകൊണ്ട് സന്താനം. അപ്പൊ 3 സകാരായെ മറക്കരുത്: സമ്പത്ത്, സംസ്കാരം, സന്താനം. ആ സന്താനങ്ങളെ നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. വളർത്താൻ നോക്കരുത്. ഒരു ഓർഗാനിക് സെല്ല് വളർത്താൻ നമുക്ക് കഴിയില്ല, ഒരു പുൽക്കൊടിയെ വളർത്താൻ നമുക്ക് കഴിയില്ല. വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ വാസനയ്ക്ക്, അഭിരുചിക്ക് അനുസരിച്ച് അവർ വളരട്ടെ. അവരിൽ നിന്ന് നല്ല ഡാൻസർമാരുണ്ടാവട്ടെ, അവരിൽ നിന്ന് നല്ല സംഗീതജ്ഞരുണ്ടാവട്ടെ, അവരിൽ നിന്ന് നല്ല ജേർണലിസ്റ്റുകൾ ഉണ്ടാവട്ടെ, അവരിൽ നിന്ന് നല്ല കൃഷിക്കാരുണ്ടാവട്ടെ, അവരിൽ നിന്ന് നല്ല രാഷ്ട്രീയക്കാരുണ്ടാവട്ടെ, അവരിൽ നിന്ന് നല്ല സന്യാസിമാരുണ്ടാവട്ടെ. എല്ലാ മേഖലയിലും നമ്മളെ മക്കൾ ഉയരണം.
അല്ലാണ്ട് ഡോക്ടറാവണം എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് കുട്ടികളെ നശിപ്പിക്കരുത്. അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർ വളരണം. ശരി, നാലാമത്തെ സകാരത്തെ ഉപാസിക്കാം. സംഘടന. സംഘടിത ഭാവം നമുക്ക് വേണം. സംഘടിത ഭാവമില്ലെങ്കിൽ ഒരിക്കലും നിലനിൽപ്പ് പോലുമില്ല. അതുകൊണ്ട് നമ്മുടെ സകല ശാസ്ത്രങ്ങളുടെയും മൂലസ്ഥാനീയമായ ഋഗ്വേദ സംഹിതയുടെ അവസാനത്തിൽ, അതായത് 10552 മന്ത്രങ്ങളുടെ ഒടുവിൽ പറഞ്ഞു സംഗച്ഛധ്വം സംവദധ്വം എന്ന്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ, ഒന്നിച്ച്. സമുദായത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ദയവ് ചെയ്ത് ഭിന്നിക്കാതിരിക്കുക. നിങ്ങൾ നായരാണോ, നിങ്ങൾ ഈഴവരാണോ, നിങ്ങൾ തീയരാണോ, നിങ്ങൾ നമ്പൂതിരിയാണോ, നിങ്ങൾ ചെറുമരാണോ, പുലയരാണോ, അയ്യരാണോ, അയ്യങ്കരാണോ, വാരരാണോ, മാരാരാണോ, എന്തോ ആയിക്കോളൂ, ഇഷ്ടമുള്ളതായിക്കോളൂ. പക്ഷെ ഹിന്ദു എന്ന തായ്പേര് മറക്കാതിരിക്കുക. ഹിന്ദു ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളൂ എന്ന് ഓർമ്മിക്കുക. നിങ്ങൾ കോൺഗ്രസ് ആണോ, BJP ആണോ, മാർക്സിസ്റ്റ് ആണോ, എന്താണോ ആയിക്കോളൂ, പക്ഷേ ഞാൻ ഹിന്ദുവാണെന്ന് അഭിമാനിക്കുക. ഹിന്ദുവിൻ്റെ പ്രശ്നത്തിൽ ഒത്തൊരുമിക്കുക, ഹിന്ദുവിന് വേണ്ടി ശബ്ദിക്കുക. ചുറ്റുപാട് നോക്കൂ, അങ്ങനെയല്ലേ മതങ്ങൾ ഉയരുന്നതെന്ന്. നമ്മൾ ഏത് സമുദായ ഭേദം പറഞ്ഞാലും ജാതി ഭേദം പറഞ്ഞാലും ഒരേ ക്ഷേത്രത്തിൽ പോയി ഒന്നിച്ചുപാസിക്കും. ഒരേ ഭഗവാന്റെ മുമ്പിൽ, ഭഗവതിയുടെ മുമ്പിൽ തൊഴുതു നിൽക്കും. നമ്മൾ ആരും പരസ്പരം ജാതി ചോദിക്കാറില്ല, ചിന്തിക്കാറില്ല. ഉണ്ടെന്ന് പലരും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ മറ്റു മതങ്ങളിൽ അതല്ല. കത്തോലിക്കൻ്റെ പള്ളിയിൽ ഓർത്തഡോക്സ് പോവില്ല, ഓർത്തഡോക്സിൻ്റെ ഇതിൽ മാർത്തോമ പോവില്ല, ബാബാ കക്ഷിയിൽ മെത്രാൻ കക്ഷി പോവില്ല, മെത്രാൻ കക്ഷിയിൽ ബാബാ കക്ഷി പോവില്ല, ഇവരാരും ജ്ഞാനായിൽ പോവില്ല, ഇവരാരും പെന്തക്കോസ്തിനെ അടുപ്പിക്കില്ല, ഇവരാരും യഹോവ സാക്ഷിനെ അടുപ്പിക്കില്ല. അത്ര ഭിന്നതയാ. ഷിയയുടെ പള്ളിയിലെങ്ങാണ്ട് സുന്നി പോയാൽ വിവരറിയും, സുന്നിയുടെ പള്ളിയിൽ ഷിയ പോയാലും വിവരറിയും. കഴുത്തിൻ്റെ മുകളിൽ സാധനം ഉണ്ടാവില്ല. ഇവരാരും സുന്നത്തുൽ ഖുർആൻ സൊസൈറ്റി അംഗീകരിക്കില്ല, ഇവരാരും ജമാഅത്തിൽ പോയില്ല. ഒക്കെ ഭിന്നങ്ങളാണ്. പക്ഷേ അവരുടെ മതത്തിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ കോൺഗ്രസ് മുസ്ലിമോ, കോൺഗ്രസ് ക്രിസ്ത്യാനിയോ, BJP മുസ്ലിമോ, BJP ക്രിസ്ത്യാനിയോ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് മുസ്ലിമോ, മാർക്സിസ്റ്റ് ക്രിസ്ത്യാനിയോ ഇല്ല, ഒന്നായിരിക്കും. അല്ലേന്ന് ചുറ്റുപാട് നോക്കൂ. ചിദാനന്ദപുരി സ്വാമി പറയുന്നത് വിശ്വസിക്കേണ്ട, ചുറ്റുപാട് നോക്കുക, കണ്ണു തുറന്നു നോക്കുക. ആ ഒരു ഏകത, ഞാൻ ഹിന്ദുവാണെന്നുള്ള വിഷയത്തിൽ ഈ ഭാരതത്തിൻ്റെ തനത് സംസ്കൃതിയുടെ പിന്മുറക്കാരാണെന്ന വിഷയത്തിൽ അഭിമാനിക്കുക. മറ്റാരെയും കുറ്റം പറയരുത്, ആരെയും ദ്രോഹിക്കരുത്, ആരെയും നിന്ദിക്കാൻ പോണ്ട, ഒട്ട് നിന്ദിക്കപ്പെടുകയും ചെയ്യരുത്. അങ്ങനെ സംഘടിതമാവുക. ഇവിടെ തന്നെ ഇത്രയും വലിയൊരു ജനാവലി ഒത്തുചേർന്നിരിക്കുക. ഇതുപോലെയാണ് എല്ലാ ജില്ലകളിലും. ഈ സന്യാസിമാരെ കാണാനും അവരുടെ വാക്കുകൾ കേൾക്കാനും ആയിരങ്ങളാണ് ഓരോ സ്ഥലത്തും ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ പല ക്ഷേത്രങ്ങളുടെ ചുറ്റുപാടിൽ കഴിയുന്നവരുണ്ടാവും, പല ക്ഷേത്ര കമ്മിറ്റികളിലുണ്ടാവും, പലരും ഉണ്ടാവും. നിങ്ങളോട് പറയാനുള്ളത്, സാമാന്യ ഹൈന്ദവ സമൂഹത്തിൻ്റെ സാംസ്കാരികമായ കേന്ദ്രസ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ. അവയെ പരിപാലിക്കുക. ഒന്ന്, മിക്കവാറും ക്ഷേത്രങ്ങൾ കമ്മിറ്റികളാണ്. മിക്കവാറും, എല്ലാമല്ല മിക്കവാറും ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്മിറ്റികളാണ് നടത്തുന്നത്. കുറേ എണ്ണം ട്രസ്റ്റുകളാണ്.
കുറച്ചെണ്ണം സർക്കാരിൻ്റെ പിടിയില, അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ, അതിനെപ്പറ്റി ഇപ്പോൾ പറയണില്ല. അതിനെപ്പറ്റി ഒന്നേ പറയുള്ളൂ, പണ്ടായിരത്ത് പൈസ ഇടാതിരിക്കുക, വേറെ ഒന്നുമില്ല. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക, ഭഗവാനെ ഗുരുവായൂരപ്പ നീ സ്വയം രക്ഷപ്പെടണേ, നീ രക്ഷപ്പെട്ട ഞാൻ പണ്ടായിരത്തിൽ വല്ല പൈസ ഇടാം, അതുവരെ ഞാൻ നാട്ടിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലിടും, ഇവിടെ ഇടില്ല എന്ന് പറയുക. ശബരിമല പോയി കഴിഞ്ഞാൽ കദളിപ്പഴവും സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക്, വെറ്റിലടയ്ക്ക സ്വാമിക്ക്, കാണിപ്പൊന്നു വേണ്ട, അത് വേണ്ട. അത് നമുക്ക് മറ്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ, മറ്റ് ശാസ്താക്ഷേത്രത്തിൽ ഇടാം, കമ്മിറ്റിക്കാർ നടത്തണം. എന്നാൽ സമൂഹത്തിന് ഗുണമുണ്ടാവും. ഇപ്പൊ ദേവസ്വം ബോർഡ് നടത്തുന്ന ക്ഷേത്രത്തിൽ പൈസ ഇടാതിരുന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. എന്നാൽ അത് കുറച്ചേ ഉള്ളൂ. കേരളത്തിലെ 5 ദേവസ്വങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7000-ന് താഴെ ക്ഷേത്രങ്ങളേ ഉള്ളൂ. എന്നാൽ അല്ലാത്ത ക്ഷേത്രങ്ങൾ 10,000 കണക്കിനുണ്ട്, ലക്ഷോപരിയുണ്ട്. അപ്പൊ അവിടങ്ങളിൽ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് നടക്കുന്ന സ്ഥലങ്ങളിൽ 1 വർഷത്തിലോ 2 വർഷത്തിലോ ഒരിക്കൽ തെരഞ്ഞെടുപ്പുകൾ നടക്കും. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പുറത്തെ പീഡിയ കോലായിലോ ഇപ്പുറത്തെ ബാർബർ ഷോപ്പിലോ ഇരുന്ന് കുശു പറയാതെ കമ്മിറ്റിയിൽ പോവുക, മെമ്പർഷിപ്പ് എടുക്കുക, മെമ്പർഷിപ്പ് യഥാസമയം പുതുക്കുക, എക്സിക്യൂട്ടീവിലേക്ക് വരിക. സ്വാമി എന്നെ ആരും പ്രപ്പോസ് ചെയ്യില്ല, ഞാൻ എന്നെ ശുപാർശ ചെയ്യുന്നു എന്ന് പറയാലോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് ഒരാൾക്ക് സ്വയം പ്രപ്പോസ് ചെയ്യാം. വേറെ ആരെങ്കിലും ഒന്ന് ചട്ടം കെട്ടണം, ഒന്ന് പിന്താങ്ങാൻ, ഇത്രയും കൊണ്ട് വേറെ ഒന്നും വേണ്ട. അങ്ങനെ എക്സിക്യൂട്ടീവിലേക്ക് വരിക, ഭരണത്തിലേക്ക് വരിക. അതിന് വേണ്ട സമയത്ത് പരിശ്രമിക്കാതെ നിരീശ്വരവാദികൾ ക്ഷേത്രം കൈയടക്കിയിരിക്കുന്നു എന്ന് കുറ്റം പറയുന്നവനോട് സഹയോഗം ചെയ്യാൻ ഞാനില്ല. പലരും പറയുന്ന കേൾക്കാം, നിരീശ്വരവാദികൾ ക്ഷേത്രം കൈയടക്കിയിരിക്കുന്നു സ്വാമി, എങ്ങനെ സാധിച്ചു? അപ്പം മാന്യമായി പോയി കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പിൽ പോയി എക്സിക്യൂട്ടീവിലേക്ക് വന്നിട്ടാണ്, അല്ലാതെ വേറെ വഴിക്കല്ല. അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടാമത്, ഓരോ പഞ്ചായത്തിലുമുള്ള ക്ഷേത്രങ്ങൾക്ക് തമ്മിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുക. ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയുടെ ഒരു ഫലം അതായി തീർന്നാൽ കേരളത്തിൽ അചിന്ത്യമായ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരു കോർഡിനേഷൻ കമ്മിറ്റി, വേറെ ഒന്നും വേണ്ട. ഓരോ പഞ്ചായത്തിലും ഒരു കോർഡിനേഷൻ കമ്മിറ്റി കൂടിയിരുന്ന് കാര്യങ്ങൾ ചിന്തിക്കുക, എന്തൊക്കെ ആവശ്യമാണ്, എന്തൊക്കെ ആവശ്യമല്ല എന്ന് തീരുമാനിക്കുക. ക്ഷേത്രത്തിൽ മെഗാ ഗാനമേളയും മിമിക്സ് പരേഡും കാബറേ ഡാൻസും, കാബറയല്ല എന്താന്ന് പറയാ, ബ്രേക്ക് ഡാൻസും വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുക. ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കുക. അനാവശ്യമായ ധൂർത്തുകൾ നടത്തില്ല തീരുമാനിക്കുക. ഓരോ ചടങ്ങിനും സന്യാസിമാരെയോ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളെ ശുദ്ധമായി പഠിപ്പിക്കുന്നവരെയോ ക്ഷണിക്കും, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും എന്ന് തീരുമാനിക്കുക. അവർക്ക് ദക്ഷിണ കൊടുക്കണം നിർബന്ധമായിട്ട്. ആ ദക്ഷിണ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വാഹനത്തിൽ കയറാൻ നോക്കുമ്പോൾ കൈക്കൂലി കൊടുക്കണ പോലെ കൈ കൊടുക്കരുത്. മറിച്ച് വേദിയിൽ വെച്ച് ബഹുമാനത്തോടു കൂടി, ഞാൻ ചിലരോട് പറയാറുണ്ട്, എടോ ഒരു കാലി കവർ തന്നാലും മതി, പക്ഷെ ഒരു തളികയിലൊക്കെ വെച്ച് 2 പൂവൊക്കെ വെച്ച് ഒരു ബഹുമാനിച്ച് തരുമെന്ന്. കാലി കവർ മതി. അത് ഒരു സമാജത്തിന് നൽകുന്ന സന്ദേശമാണ്. ഞങ്ങളുടെ ആചാര്യന്മാരെ ബഹുമാനിക്കുന്നു എന്നുള്ള സന്ദേശം. അങ്ങനെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുക. എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്നുള്ളത് തീരുമാനിച്ച് നടപ്പിലാക്കുക. സർവോപരി ആ ക്ഷേത്രത്തിലേക്ക് വേണ്ട തുളസി, തെച്ചി, കൂവളം, മറ്റ് പൂജാപുഷ്പങ്ങൾ ഉണ്ടാക്കുക. ചന്ദനത്തിരി, കർപ്പൂരം, നല്ല ശുദ്ധമായ എണ്ണ, നെയ്യ് തുടങ്ങിയവ ഈ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒരു ക്ഷേത്രത്തിന് പറ്റില്ല, ഒരിക്കലും മുതലാവില്ല. എന്നാൽ ഒരു പഞ്ചായത്തിൽ ഇന്ന് 100 കണക്കിന് ക്ഷേത്രങ്ങളും കാവുകളും ഉണ്ട്. ഒത്തൊരുമിച്ചാൽ നല്ല ഒരു ബിസിനസ്സാവും, ഒരുപാട് പേർക്ക് തൊഴിലാവും, ശുദ്ധമായ വസ്തു ഉപയോഗിക്കലാവും.
ഇതെല്ലാ ക്ഷേത്രക്കാരും ചിന്തിക്കുക. കാരണം ഇന്ന് നമ്മൾ ഈ പൂജകന്മാർക്കൊക്കെ പ്രത്യേകിച്ച് വാതിലടച്ചിട്ടാണല്ലോ പൂജിക്കുക. ശ്വാസകോശം എന്നൊരു സാധനം ഉള്ളത് തന്നെ അത്ഭുത. കാരണം അങ്ങനത്തെ കെമിക്കൽസാണ് കത്തിക്കുന്നത്. ഒരാൾ പറഞ്ഞു, സ്വാമിയുടെ ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ടാന്ന് തോന്നുന്നു, ഇപ്പം എനിക്ക് ജപിക്കാനിരുന്ന നല്ല ഏകാഗ്രതയാണ്, നല്ലൊരു സമാധി പോലത്തെ ഒരു അനുഭവം വരും. ഞാൻ ചോദിക്കും, നിങ്ങൾ ഇത്തിരി കത്തിച്ച് വെക്കാറുണ്ട്? അഗർബത്തി എന്ന് പറഞ്ഞ സാധനം? ആ ഉണ്ട് സ്വാമി. അതാ, വേറൊന്നുമല്ല, മയങ്ങിപ്പോണതാ. അത്ര ശക്തമായ കെമിക്കൽസാ അത്. അതിന് പകരം നമുക്ക് നല്ല എസൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച്, നല്ല ചാണകം ഉപയോഗിച്ച് ഒന്നാം തരം തിരി ഉണ്ടാക്കാം. നല്ല ശുദ്ധമായ കർപ്പൂരം, ഹൈഡ്രോ കാർബൺസ് അല്ലാതെ കൊണ്ടുവന്ന് ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഉണ്ടാക്കാം. ആ 100 കണക്കിനായിട്ടുള്ള ക്ഷേത്രങ്ങളിലും കാവുകളിലും അത് ഉപയോഗിക്കാം. നല്ല എണ്ണ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം. ഇപ്പോൾ അശുദ്ധ വസ്തുക്കളെ കൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ മലീമസമായിരിക്കുകയാണ്. വിളക്കെണ്ണ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കത്തിക്കുന്നുണ്ട് ഭഗവാനെ, എന്താണെന്നറിയില്ല. ഞാൻ എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടാത്ത വസ്തുവാണ്. കാരണം കടലയാട്ടിയാൽ കടലെണ്ണ കിട്ടും, എള്ളാട്ടിയാൽ എള്ളെണ്ണ കിട്ടും, തേങ്ങയാട്ടിയാൽ തേങ്ങെണ്ണ കിട്ടും, സൂര്യകാന്തി ആട്ടിയാൽ സൂര്യകാന്തി കിട്ടും, വിളക്കാട്ടിയാൽ എന്തെണ്ണയാണ് കിട്ടുക? എനിക്കറിയില്ല. പിന്നെ മനസ്സിലായത് സാധനം എന്താന്ന്. അത് ഈ ഹോട്ടലുകളിൽ 2 ബക്കറ്റ് ഉണ്ടാവും ഇത്ര വേസ്റ്റ് കളക്ട് ചെയ്യാൻ. ഒന്ന് പന്നി ഫാമിലേക്ക്, മറ്റൊന്ന് ഈ മത്സ്യം, മാംസം ഇതൊക്കെ അങ്ങോട്ട് പൊരിച്ച്, പപ്പടം പൊരിച്ച് ഇനി അങ്ങോട്ട് വയ്യാന്നുള്ള അവസ്ഥ എത്തുന്നവരെ ഉപയോഗിച്ച എണ്ണ ഒഴിച്ചു വെക്കാനാ. അത് കളക്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട്. എന്നിട്ടത് മൾട്ടി ഫിൽറ്റർ ചെയ്ത് നല്ല ഫ്ലേവറും അടിച്ചു കഴിഞ്ഞാൽ വിളക്കെണ്ണയായി. എന്തിനാ അതൊക്കെ ചെയ്യണത്? ദയവ് ചെയ്ത് അതുകൊണ്ട് ശുദ്ധമായ വസ്തുക്കൾ ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ സംഘടന കൊണ്ട് പലതും നമുക്ക് ചെയ്യാൻ പറ്റും. സംഘടിതമായാൽ, ഒന്നിച്ചു നിന്നാൽ നമുക്ക് കരുത്തുണ്ടാകും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ നമ്മൾ നിലനിൽക്കില്ല. അതുകൊണ്ട് ഈ 4 സകാരങ്ങൾ ഉപാസിക്കാൻ തയ്യാറുണ്ടോ? സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ദിവസവും നാമജപം, അവനവൻ്റെ അച്ഛനമ്മമാരെ സ്നേഹാദരപൂർവ്വം ശുശ്രൂഷിക്കുക, മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക, ദിവസവും അല്പമെങ്കിലും നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കുക, അടുത്ത തലമുറയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ കഥകൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, അഗ്നിഹോത്രം ചെയ്യുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ചെയ്യാം, നപുംസകങ്ങൾക്കും ഒക്കെ ചെയ്യാം അഗ്നിഹോത്രം. മന്ത്രം ജപിക്കുക, നാമം ജപിക്കുക, ഏതവസ്ഥയിലും ജപിക്കാം. മന്ത്രജപവും നാമജപവും ഏതവസ്ഥയിലും ജപിക്കാം. അവിടെ അശുദ്ധാശുദ്ധം ഒന്നും നോക്കണ്ട. നമ്മുടെ സമാജത്തിൽ സാധിക്കുന്ന സേവാപ്രവർത്തനങ്ങൾ ചെയ്യുക. നമ്മുടെ വീടിന് ചുറ്റുമുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും സ്നേഹിക്കുക. ഈ സമൂഹത്തിൽ നമുക്കാവുന്ന സേവാപ്രവർത്തനം ചെയ്ത് ഒരു സമൂഹ പ്രതിബദ്ധതയുള്ള പൗരന്മാരാവുക. ഇത്രയും ചെയ്താൽ പഞ്ചമഹായജ്ഞങ്ങളായി. ഇത്രയും നമുക്ക് ചെയ്യാമോ? മഹത്വപൂർണമായ അവസ്ഥയിലേക്ക് ഉയരാം. ഇല്ലെങ്കിൽ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. അതുകൊണ്ട് ജാഗ്രത, തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ വളരെ സന്തോഷം. ഇത്രയും അധികം ആൾക്കാർ ഇവിടെ ഒത്തുകൂടി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ പ്രവർത്തകനെന്ന് പുല്ലിംഗം പറഞ്ഞതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ലിംഗഭേദം നമ്മൾ കൽപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് ആ ഭാഷ പറയുന്നത്. പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അതുപോലെ അവർക്ക് വേണ്ടതായ നേതൃത്വം നൽകിക്കൊണ്ട് ഈ മലപ്പുറം ജില്ലയിലുള്ള സംഘടനാ പ്രവർത്തകർ, അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സന്യാസിമാർ ഒക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇത്രയും നല്ലൊരു സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നതോടൊപ്പം നാം ഒരുമിച്ചാൽ ഏത് മഹാകാര്യവും ചെയ്യാം എന്ന സന്ദേശം കൂടി ഉൾക്കൊള്ളുക എന്ന് മാത്രം പറഞ്ഞ് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.